Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Hi, Miss. Good afternoon. Hi, good afternoon. ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? Good afternoon. Good afternoon. ഒരു സെക്കൻഡ്. പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്യാമോ? മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോട്ടെ? ആ മാം ഞാൻ ചോദിച്ചത് നമുക്കിപ്പോ എക്സാം അല്ലേ ഇനിയിപ്പം, അപ്പോഴേ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്ത് തരാമോ? ലാസ്റ്റ് ചോദിച്ചാ ഫസ്റ്റ് ക്ലാസ് നമ്മൾ ഇല്ലായിരുന്നല്ലോ, ഫീസ് താമസിച്ചല്ലേ അടുത്തത്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് 2 ചാപ്റ്റർ ഇല്ലേ മോഡല് 1 ഉം 2, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ഇവിടെ ഒന്ന് കിട്ടാത്ത ഭാഗങ്ങളായിരുന്നു അതൊക്കെ. മൊഡ്യൂൾ 1 ചാപ്റ്റേഴ്സോ? ചാപ്റ്റർ 1 ഉം 2, കാരണം ഞങ്ങളത് ഫീസൊക്കെ താമസിച്ചല്ലേ അടുത്ത്, അപ്പൊ ക്ലാസ് കഴിഞ്ഞു പോയായിരുന്നല്ലോ. ഇന്ന് സമയല്ലേ, പിന്നെ സമയമുള്ളപ്പോ എടുത്തു തന്നാൽ മതി. എക്സാമിന് മുന്നേ മാം എടുത്തു തന്നാൽ മതി. നോക്കട്ടെ കേട്ടോ, ഞാൻ റിവിഷൻ പോലെ തരും. അപ്പോ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ മാം. ഓക്കെ. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ കേട്ടോ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ദ ടൈപ്സ് ഓഫ് ഡെഡ് ബോഡി പ്രിസർവ്ഡ് ഇൻ ദ മോർച്ചറി ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് നോൺ മെഡിക്കോ ലീഗൽ, മെഡിക്കോ ലീഗൽ. അത് രണ്ടും പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? അത് രണ്ടും അല്ലേ പറഞ്ഞത്? എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ മൈക്ക് ഓഫ് ചെയ്യുവാണ് കേട്ടോ. അപ്പൊ എന്താണ് നോൺ മെഡിക്കോ ലീഗൽ? നമുക്ക് എഴുതാം, അതൊന്ന് എഴുതി എടുത്തോളൂ. നോൺ മെഡിക്കോ ലീഗൽ.
Non-medico-legal dead body means non-medico-legal dead body means a death, 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 require, 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 ഒന്നുകൂടി പറയാം. Non-medico-legal dead body means a death that require legal investigation. എഴുതിയോ? ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായിട്ടുള്ള ഡെഡ് ബോഡീസിനെയാണ് നോൺ മെഡിക്കോ ലീഗൽ ഡെഡ് ബോഡീസ് എന്ന് പറയുന്നത് കേട്ടോ. എഴുതിയോ? ഓക്കെ. അപ്പൊ ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായിട്ടുള്ള ഡെഡ് ബോഡീസ് ആണ് ഏത് വിഭാഗത്തിൽ പെടുന്നത്? നോൺ മെഡിക്കോ ലീഗൽ വിഭാഗത്തിൽ പെടുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് എഴുതുക മർഡർ, കൊല്ലപ്പെട്ടിട്ടുള്ള ഡെഡ് ബോഡീസ്, അതായത് ആരെങ്കിലും മർഡർ ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഡെഡ് ബോഡീസ് ആണെങ്കിൽ അതിന് ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്, അല്ലേ? അത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിലൊക്കെ മരിച്ചിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വമായിട്ട് കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ഡെഡ് ബോഡീസ് ഒക്കെ എന്ത് ചെയ്തിട്ടാണ് കൊണ്ടുവരിക? പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടല്ലേ കൊണ്ടുവരിക? ആണോ? അല്ലെങ്കിൽ വെറുതെ ബറിയൽ ചെയ്യോ, അടക്കം ചെയ്യോ? ഇല്ലല്ലേ. അതൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യും. അതുപോലെ തന്നെ പോലീസുമായും കോടതിയുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിരിക്കും, അല്ലേ? അപ്പൊ അതിനെയാണ് നോൺ മെഡിക്കോ ലീഗൽ എന്ന് പറയുന്നത്. മർഡർ ആണ് ഞാൻ പറഞ്ഞത്. മർഡർ എഴുതാ എക്സാമ്പിള്. പിന്നെ അതുപോലെ തന്നെ സൂയിസൈഡ് വേറൊരു എക്സാമ്പിൾ ആണ്. സൂയിസൈഡ്, മർഡർ, സൂയിസൈഡ്, പിന്നെ അതുപോലെ തന്നെ ആക്സിഡന്റ്, പിന്നെ അൺയൂഷ്വൽ ഡെത്ത്, അസ്വാഭാവിക മരണം. അൺയൂഷ്വൽ ഡെത്ത്, അസ്വാഭാവിക മരണം എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നൊക്കെ നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട്. അതൊക്കെ അൺയൂഷ്വൽ ഡെത്ത് ആണ്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ടോ മരിക്കാനിടയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാം, അല്ലെ? അപ്പോ അതൊക്കെ അൺയൂഷ്വൽ ഡെത്തിൽ വരുന്നതാണ്. അപ്പൊ അതൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പോലീസുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് ആ കേസിൽ ഒരു നടപടി ഉണ്ടാവുള്ളൂ, അല്ലെ? ആ ബോഡി സംസ്കരിക്കാനായിട്ട് വിട്ടുകൊടുക്കുള്ളൂ. അപ്പോ ഇതിനെയാണ് നമ്മള് നോൺ മെഡിക്കോ ലീഗൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ലീഗൽ ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമായിട്ടുള്ള ഡെഡ് ബോഡീസ് നോൺ മെഡിക്കോ ലീഗലിലാണ് വരുന്നത്. അതിന്റെ അണ്ടറിൽ വരുന്ന ചില എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത്. മർഡർ പറഞ്ഞു, സൂയിസൈഡ് പറഞ്ഞു, അതുപോലെ ആക്സിഡന്റ് പറഞ്ഞു, പിന്നെ അൺയൂഷ്വൽ ഡെത്ത് പറഞ്ഞു. ഇതൊക്കെ നോൺ മെഡിക്കൽ ലീഗൽ ആണ് കേട്ടോ. പോലീസുമായിട്ടും കോടതിയുമായിട്ടൊക്കെ ഇതിന് കണക്ഷൻ വരും. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് മെഡിക്കോ ലീഗൽ ആണ്. അയ്യോ സോറി കേട്ടോ, തെറ്റിപ്പോയിട്ടോ. കാറ്റഗറി പറഞ്ഞാൽ തെറ്റിപ്പോയി. നോൺ മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. അതൊന്ന് ഞാൻ പറഞ്ഞു തന്നതൊന്ന് വെട്ടിക്കളയൂ കേട്ടോ. കാറ്റഗറി പറഞ്ഞത് തെറ്റിപ്പോയി. ചെയ്തോ? വെട്ടിട്ടോ? അത് നിങ്ങൾ മാച്ചു കളഞ്ഞേക്ക് ഞാൻ പറഞ്ഞത് കേട്ടോ. തെറ്റിപ്പോയതാണ് കേട്ടോ, സോറി. നോൺ മെഡിക്കോ ലീഗൽ എന്ന് എഴുതുക. നോൺ മെഡിക്കോ ലീഗൽ എന്ന് എഴുതുക.
എന്നിട്ട് എഴുതിക്കോളൂ കേട്ടോ. The dead body means നോൺ മെഡിക്കോ ലീഗൽ ആണ് എഴുതുന്നേ. രീതിയിലല്ലാത്തത് കേട്ടോ. പേര് തമ്മിൽ മാറിപ്പോയതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. The dead body means a death that does not require the dead body means a death that does not require legal investigation. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയുവാണ്, നോൺ മെഡിക്കോ ലീഗൽ ഡെഡ് ബോഡി എന്ന് പറയുന്നത് ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമല്ലാത്ത ഡെഡ് ബോഡീസിനെയാണ്. അപ്പോ ആദ്യം പറഞ്ഞതൊക്കെ മാറ്റി കളയാ. നോൺ മെഡിക്കോ ലീഗൽ, പേരിൽ തന്നെ ഉണ്ട് മെഡിക്കോ ലീഗൽ അല്ലാത്തത്. ഓക്കെ, അപ്പോ ലീഗൽ ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമില്ലാത്ത ഡെഡ് ബോഡീസിനെ എന്ത് പറയുന്നു? നോൺ മെഡിക്കോ ലീഗൽ എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മെഡിക്കോ ലീഗലിന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. ആദ്യം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള എക്സാമ്പിള്. അപ്പൊ അത് നിങ്ങളൊന്ന് മായ്ച്ചു കളയാ. അതല്ല, ഇപ്പൊ നോൺ മെഡിക്കോ ലീഗലിന്റെ കേസിൽ വരുന്ന എക്സാമ്പിൾ പറയാം. അതായത് ഓൾഡ് ഏജ് ആയിട്ട് മരിക്കുന്ന ആളുകൾ. ഓൾഡ് ഏജ് കണ്ടിട്ടില്ലേ നിങ്ങൾ? പ്രായമായിട്ടൊക്കെ മരിക്കുന്ന ആളുകള്, കിടപ്പിലായിട്ട് കുറെ നാള് കിടപ്പിലായിട്ട് മരിക്കുന്ന ആളുകളില്ലേ? എന്തുകൊണ്ടാ മരിച്ചെന്ന് ചോദിക്കുമ്പോ പറയാറുണ്ട്, നമ്മൾ ചോദിക്കുമ്പോ വയ്യാതായിട്ട് കിടക്കുമായിരുന്നു, കുറെ പ്രായമായി, അങ്ങനെ മരിച്ചതാണെന്ന് അല്ലേ? അപ്പൊ ഓൾഡ് ഏജ് ആയിട്ട് മരിക്കുന്ന ആളുകള് നോൺ മെഡിക്കോ ലീഗലിന്റെ അണ്ടറിലാണ് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാൻസർ പേഷ്യൻസ് കേട്ടോ. ക്യാൻസർ ആയിട്ട് മരിക്കുന്ന ആളുകളില്ലേ, അത് നോൺ മെഡിക്കോ ലീഗലിന്റെ അണ്ടറിലാണ് വരുന്നത്. നോൺ മെഡിക്കോ ലീഗലിന്റെ അണ്ടറിലാണ് വരുന്നത് കേട്ടോ, ക്യാൻസർ പേഷ്യൻസ്. നെക്സ്റ്റ് വൺ കിഡ്നി ഫെയിലിയർ. കേട്ടോ. ഓക്കെ, കിഡ്നി ഫെയിലിയർ. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഡെത്ത്, ആശുപത്രിയിൽ വെച്ച് മരിച്ച ആളുകള്. ആശുപത്രിയിൽ വെച്ച് മരിച്ച ആളുകൾക്കൊക്കെ ഭൂരിഭാഗം നമുക്കറിയാം പോസ്റ്റ്മോർട്ടം ആവശ്യമാണോ? ആശുപത്രിയിൽ വെച്ച് മരിച്ച ആളുകൾക്ക് ആവശ്യമില്ല അല്ലെ? കാരണം അറിയാം മരണകാരണം എന്താണെന്ന് അറിയാം അല്ലെ? ഓക്കെ, അപ്പോ ഹോസ്പിറ്റൽ ഡെത്ത്. അപ്പോ ഏതൊക്കെയാണ്? ഓൾഡ് ഏജ്, ക്യാൻസർ പേഷ്യൻസ്, കിഡ്നി ഫെയിലിയർ, പിന്നെ ഹോസ്പിറ്റൽ ഡെത്ത്സ്. അപ്പൊ ഇത്രയും കാറ്റഗറി നോൺ മെഡിക്കോ ലീഗൽ കേസിലാണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ആദ്യം പറഞ്ഞതുമായിട്ട് ക്ലാഷ് ഒന്നും വന്നിട്ടില്ലല്ലോ? ഓക്കെ ആയില്ലേ? ഇപ്പൊ എല്ലാരോടും കൂടിയാ ചോദിക്കുന്നേ. ഓക്കെ അല്ലേ? ഒരു തെറ്റി പറ്റിപ്പോയതാണ് കേട്ടോ. ഓക്കെ, അപ്പോ the dead body means a death that does not require legal investigation. നോൺ മെഡിക്കോ ലീഗൽ എന്ന് പറയുന്നത് ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമല്ലാത്ത ഡെഡ് ബോഡീസ് ആണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം മെഡിക്കോ ലീഗൽ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ സംഭവം അല്ലെ, അതായത് the dead body that require legal investigation. ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായിട്ടുള്ള ബോഡിയാണത് മെഡിക്കോ ലീഗൽ വിഭാഗത്തിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് എഴുതിയെടുത്തോളൂ. Dead body means a death that require legal investigation. A death that require legal investigation. A death that require legal investigation. എഴുതിയോ? ഇതിന്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്? ഏതൊക്കെ എക്സാമ്പിൾ വരുന്നത്? ഞാൻ ആദ്യം പറഞ്ഞു തന്ന ഏതൊക്കെയാ വരിക? മർഡർ വരും അല്ലെ? അതുപോലെ തന്നെ സൂയിസൈഡ് വരും,
ആ പിന്നെ ആക്സിഡന്റ് വരും, പിന്നെ അൺയൂഷ്വൽ ഡെത്ത് വരും. ഓക്കെ, അപ്പൊ നോൺ മെഡിക്കോ ലീഗലും ഉണ്ട്, മെഡിക്കോ ലീഗലും ഉണ്ട്. മർഡർ, സൂയിസൈഡ്, ആക്സിഡന്റ്, അൺയൂഷ്വൽ ഡെത്ത്, ഇതൊക്കെയാണ് എന്തിന്റെ അണ്ടറിൽ വരിക? മെഡിക്കോ ലീഗലിന്റെ അണ്ടറിൽ വരിക കേട്ടോ. ഹരിത ക്ലിയർ ആണോ? ഡൗട്ട് വന്നോ? തെറ്റി പറഞ്ഞപ്പോ ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. പ്ലാനിംഗ് പാരാമീറ്റർ ഓഫ് എ മോർച്ചറി. ഒരു മോർച്ചറി പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങൾ, അതായത് അത് പ്ലാൻ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട ചില പാരാമീറ്റർ അഥവാ ക്രൈറ്റീരിയകൾ എന്താണെന്നാണ് കേട്ടോ നോക്കുന്നത്. ഒരു മോർച്ചറി സ്ഥാപിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട പാരാമീറ്റേഴ്സ് അഥവാ ക്രൈറ്റീരിയകള്, അതാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് ലൊക്കേഷൻ ആണ്. ഓക്കെ, അതായത് ഇതിന്റെ സ്ഥാനം എവിടെയാണ് നമുക്കൊന്ന് നോക്കാം. ദ ലൊക്കേഷൻ ഷുഡ് ബി ഇൻ എ ഡൂബിയസ് ഒബ്സ്ക്യൂർ പ്ലേസ് ഇൻ എ സെപ്പറേറ്റ് ബിൽഡിംഗ് to where the dead bodies can be reached in a non-disturbing way. There should be easy access from wards, ICU, OT, emergency and pathology department. അതായത് മോർച്ചറി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, ഡൂബിയസ് അഥവാ ഒരു അൺക്ലിയർ പ്ലേസിലായിരിക്കണം അല്ലെ, അവ്യക്തമായിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം മോർച്ചറി നമ്മൾ സ്ഥാപിക്കേണ്ടത്. അപ്പോ മോർച്ചറി എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടതും എന്നാൽ ശാന്തവുമായിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ വരുന്ന പേഷ്യൻസിന്റെയും അതുപോലെ തന്നെ അവിടെ വരുന്ന ആളുകളുടെയും ഇന്ററാക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് മാറി വേറിട്ട ഒരു ഭാഗത്തായിരിക്കണം മോർച്ചറി ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അപ്പോ അവിടെ വരുന്ന പേഷ്യൻസ് ആയാലും അവിടെ വരുന്ന ആളുകളായാലും അവരുടെ ഇന്ററാക്ഷൻ, അതായത് ആളുകളും അതുപോലെ രോഗികളൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്ന സ്ഥലം, അവിടെ നിന്നൊക്കെ മാറി, അതായത് മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് മാറി ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തായിരിക്കണം എന്തുണ്ടാവേണ്ടത്? മോർച്ചറി ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, എന്നാൽ വാർഡ്, ICU, ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി ഏരിയ, അവിടെ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന വിധത്തിൽ വഴിയും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് മാറി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കണം മോർച്ചറി എങ്കിൽ കൂടിയും ICUയിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും അതുപോലെ തന്നെ എമർജൻസി ഏരിയയിൽ നിന്നൊക്കെ പെട്ടെന്ന് എത്തിച്ചേരാവുന്ന വിധത്തിലുള്ള വഴി എവിടെ ഉണ്ടായിരിക്കണം? മോർച്ചറിയിലേക്ക് ഉണ്ടായിരിക്കണം എന്ന് കൂടി ഇവിടെ പറഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഒരു ഡൂബിയസ് പ്ലേസിലായിരിക്കണം, അധികം ഇന്ററാക്ഷൻ ഇല്ലാത്ത ഏരിയയിലായിരിക്കണം, അതുപോലെ തന്നെ എന്താണ് മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് മാറി സെപ്പറേറ്റ് ഏരിയയിലായിരിക്കണം. പക്ഷെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളായിട്ടുള്ള ICU, ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെ എമർജൻസി ഏരിയ, ഇവിടെ നിന്നൊക്കെ എളുപ്പത്തിൽ എവിടെ ഉണ്ടായിരിക്കണം? എൻട്രി ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ICUയിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും എമർജൻസി ഏരിയയിൽ നിന്നൊക്കെ എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? അവിടെ മരണങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലെ, ഡെത്തുകൾ അവിടെയല്ലേ കൂടുതൽ സംഭവിക്കാറ്? ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഡെത്ത് സംഭവിക്കാറില്ലേ? ഉണ്ടോ ഇല്ലയോ? ഉത്തരം പറയൂ. ഉണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഡെത്ത് സംഭവിക്കാറുണ്ട് അല്ലെ, എമർജൻസി കാഷ്വാലിറ്റിയിൽ വെച്ച് ഡെത്ത് സംഭവിക്കാറുണ്ട് അല്ലെ. അപ്പൊ അവിടെ നിന്നും ഡെഡ് ബോഡീസ് പെട്ടെന്ന് മോർച്ചറിയിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വഴി എവിടെ ഉണ്ടായിരിക്കണം? മോർച്ചറി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കും കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. അങ്ങനെയും പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ സ്പേസ് റിക്വയർമെന്റ് ആണ് കേട്ടോ. എങ്ങനെയാണ് സ്ഥലം അലോ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. Relies on the size and type of hospital and the workload, the Committee on Plan Project has recommended an area of 6-8 square feet bed as a general guideline. Okay, അതായത് ഹോസ്പിറ്റലിന്റെ സൈസ് അനുസരിച്ച്, അതിന്റെ ടൈപ്പ് അനുസരിച്ച്, വർക്ക് ലോഡ് അനുസരിച്ചിട്ടാണ് മോർച്ചറിയുടെ സ്പേസ് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. അതായത് ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും, ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിനനുസരിച്ച് ചെറിയ മോർച്ചറി ആയിരിക്കും ഉണ്ടാവുക.
വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിനനുസരിച്ച് വലിയ മോർച്ചറിയാണ് ഉണ്ടാവുക. അപ്പോ ഈ മോർച്ചറിയുടെ സ്പേസ് എന്ന് പറയുന്നത് അതിന്റെ സൈസിനും അതുപോലെ തന്നെ അതിന്റെ ടൈപ്പിനും വർക്ക് ലോഡിനൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, എന്നിരുന്നാലും ഇവിടെ കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഹോസ്പിറ്റലുകളിലൊക്കെ ഓരോ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന ഒരു ഇതാണത് കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് എന്ന് പറയുന്നത്. അവരുടെ ക്രൈറ്റീരിയാസ് ഒക്കെ ഹോസ്പിറ്റല് ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് COPP, അപ്പൊ അതിന്റെ ഫുൾ ഫോം എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കില്ല. എന്താണ് COPP എന്ന് ചോദിക്കാം. അപ്പൊ കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് എന്നാണ് അതിന്റെ എന്താ പറയാ ഉത്തരം വരിക. അപ്പോ അവര് പറയുന്നത് അനുസരിച്ച് മോർച്ചറിയുടെ ഏരിയ എന്ന് പറയുന്നത്, അതിന്റെ സ്പേസ് എന്ന് പറയുന്നത് 6-8 സ്ക്വയർ ഫീറ്റ് ആയിരിക്കണം. അതായത് 6 to 8 സ്ക്വയർ ഫീറ്റിനുള്ളിലായിരിക്കണം എന്ത് വരേണ്ടത്, ഈ ഒരു മോർച്ചറിയുടെ സ്പേസ് വരേണ്ടത് കേട്ടോ. ഓക്കെ, അതായത് 6 തുടങ്ങി 8 വരെ ചതുരശ്ര അടി വിസ്തീർണത്തിലായിരിക്കണം പൊതുവായിട്ട് മോർച്ചറിയുടെ സ്ഥലം വരേണ്ടത്, ആ സ്പേസ് വരേണ്ടത്. ക്ലിയർ ആണോ? ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. 6 to 8 സ്ക്വയർ ഫീറ്റ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ലൊക്കേഷൻ നോക്കി, അതുപോലെ തന്നെ സ്പേസ് റിക്വയർമെന്റ് നോക്കി. ഓക്കെ, ഇനി അടുത്തത് ഫങ്ഷണൽ ഏരിയാസ് ആണ്. Functional areas, parking with a covered portico, ample parking area with a covered area of about 18 meters square for vehicles should be facilitated at the entrance to the body, store in order to protect from wet weather and screen from adjacent areas with an exit to secondary road or parking area. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. ഫങ്ഷണൽ ഏരിയാസിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. പോർട്ടിക്കോ മീൻസ് റൂഫ് ആണ് കേട്ടോ. റൂഫ് ഒന്ന് മുകളിൽ എഴുതി വെക്കുക, റൂഫ്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്ന കാര്യം, ഡെഡ് ബോഡീസ് കൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക് മതിയായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കണം. നമുക്കറിയാം ആംബുലൻസിൽ കൊണ്ടുവരാം, അതുപോലെ മറ്റു വാഹനങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, ചിലപ്പോൾ ഡെഡ് ബോഡി കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോ അവർക്ക് ആ വരുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം എവിടെ ഉണ്ടാകണം, ഹോസ്പിറ്റലിൽ മോർച്ചറിയുടെ ആ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോ ഡെഡ് ബോഡീസ് കൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക് മതിയായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കണം. ഏകദേശം 18 m സ്ക്വയർ ഏരിയയുള്ള കവർ ചെയ്ത ഭാഗം വേണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിനായിട്ട് 18 m സ്ക്വയർ ആണ് കേട്ടോ അതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 18 m സ്ക്വയർ ആണ്. അത്രയും രീതിയിൽ കവർ ചെയ്തിട്ടുള്ള ഒരു ഭാഗം വേണം. m സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, സ്ക്വയർ മീറ്റേഴ്സിൽ പറയുന്നതാണ് കേട്ടോ. ഏരിയ പറയുന്നതാണ് കേട്ടോ, വിസ്തീർണം പറയുന്നതാണ്. ക്ലിയർ അല്ലേ പറയുന്നത്? 18 m സ്ക്വയർ ആണ് കേട്ടോ. കവേർഡ് പോർട്ടിക്കോ, അതായത് പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 18 m സ്ക്വയറിലായിരിക്കണം ആ ഒരു കവർ ചെയ്ത ഭാഗം വരേണ്ടത്. അതുപോലെ തന്നെ സൂര്യപ്രകാശം, അതായത് സൺലൈറ്റ്, അതുപോലെ റെയിൻ അല്ലെ, മഴ എന്നിവ, അതിൽ നിന്നൊക്കെ സംരക്ഷണം വേണം. അപ്പൊ നല്ല രീതിയിൽ മേൽക്കൂര ഉണ്ടായിരിക്കണം. കവർ ചെയ്തിട്ടുള്ള മേൽക്കൂര ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഡെഡ് ബോഡീസ് കൊണ്ടുവരുന്ന സമയത്ത് അതിന് സൂര്യപ്രകാശമോ മഴയോ ഏൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള സംരക്ഷണം ഡെഡ് ബോഡിക്ക് വേണ്ടതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മറ്റ് സമീപ പ്രദേശങ്ങളിൽ, അതായത് ചുറ്റുവട്ടത്തുള്ള മറ്റ് എന്താ പറയാ ഏരിയകളിൽ നിന്ന് എന്താ പറയാ കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ സ്ക്രീൻഡ് ആയിരിക്കണം. അതായത് മറകൾ വേണം എന്നാ പറയുന്നത്. അപ്പൊ മറ്റ് ഏരിയകളിൽ നിന്ന് ആളുകള് കാണാത്ത വിധത്തിൽ വേണം ചിലപ്പോൾ ഇത് കൊണ്ടുപോകാൻ, ഡെഡ് ബോഡീസ് കൊണ്ടുപോകാൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ സ്ക്രീൻ ഉണ്ടായിരിക്കണം എന്നാ പറയുന്നത്. സ്ക്രീൻഡ് ആയിരിക്കണം, മറ വെച്ചിട്ടുണ്ടാകണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ മോർച്ചറിയിൽ നിന്ന് ഡെഡ് ബോഡീസ് തിരിച്ചു കൊണ്ടുപോകുന്നതിനും, അല്ലെങ്കിൽ എന്താ പറയാ പെട്ടെന്നൊരു ആവശ്യം വന്നാല്, ഇപ്പൊ മെയിൻ എൻട്രൻസിൽ നിന്ന് മാറി പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാല് വേറൊരു വഴിയിൽ കൂടി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്
മറ്റൊരു എന്താ പറയാ സൗകര്യം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് എന്താ പറയാ നമ്മളിപ്പോ പെട്ടെന്ന് പുറപ്പെടുന്നതിന് വേണ്ടി ആ മോർച്ചറി ഏരിയയിൽ നിന്ന് പെട്ടെന്ന് ഡെഡ് ബോഡീസ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് വേറൊരു വഴി അല്ലെങ്കിൽ ആ ഒരു സൗകര്യം അവിടെ ഉണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ മതിയായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഏരിയ വരുന്നത് 18 m² ആണ്. അത് കവർ ചെയ്തിട്ടുണ്ടാകണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ മഴയിൽ നിന്നും സൺലൈറ്റിൽ നിന്നും ഒക്കെ ഡെഡ് ബോഡീസിനെ സംരക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ മോർച്ചറി ഏരിയയിൽ നിന്ന് പുറത്തോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു വഴി സൗകര്യം ഉണ്ടായിരിക്കണം എന്ന് കൂടി പറയുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? രണ്ടാമത്തെ പോയിന്റ് ആണ് റിസപ്ഷൻ. ഓക്കെ, the place where dead bodies are observed and documents examined, it should be easily reachable and approachable. Okay, റിസപ്ഷൻ ഏരിയ ഉണ്ടാവാറുണ്ട് മോർച്ചറിയിൽ. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? റിസപ്ഷൻ ഏരിയ കുറച്ചു പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് എന്തിനു വേണ്ടിയിട്ടാണ് റിസപ്ഷൻ ഏരിയ മോർച്ചറിയുടെ ഭാഗത്തുള്ളത്? അതായത് കൊണ്ടുവരുന്ന ഡെഡ് ബോഡീസ് ചെക്ക് ചെയ്യുന്നതിനും ഡോക്യുമെന്റുകൾ പരിശോധിക്കുന്നതിനും ഉള്ള ഒരു ഏരിയയാണെന്ത് റിസപ്ഷൻ ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കൊണ്ടുവരുന്ന ഡെഡ് ബോഡീസ് ചെക്ക് ചെയ്യുന്നതും അതും ആ ബോഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റുകൾ വെരിഫൈ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് റിസപ്ഷൻ ഏരിയ. ആളുകൾക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാവുന്ന രീതിയിലായിരിക്കും ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ആളുകൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന വിധത്തിലാണ് ഈ ഒരു ഏരിയ ഉള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് റിസപ്ഷൻ. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് ട്രോളി ബേ ആണ്. ട്രോളി ബേ നമുക്ക് നോക്കാം. The proper space needed for the trolley bay is 3 m². The trolley is used for transportation of the dead body. It should be within the reach of the reception. Okay, trolley bay എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്താ ഉദ്ദേശിക്കുന്നത്? ട്രോളി ബേ ഒന്ന് ഗസ് ചെയ്യാമോ? എന്താണ് ട്രോളി ബേ? എന്തായിരിക്കും? അതായത് ഈ ഡെഡ് ബോഡീസ് ഒക്കെ കൊണ്ടുപോകുന്ന ട്രോളികൾ കണ്ടിട്ടില്ലേ നിങ്ങള്? കണ്ടിട്ടുണ്ടോ ഡെഡ് ബോഡീസ് കൊണ്ടുപോകുന്നത്? യെസ്, ഡെഡ് ബോഡീസ് കൊണ്ടുപോകുന്ന ട്രോളികൾക്ക് കിടക്കാനുള്ള സ്ഥലമാണ് കേട്ടോ ഈ ട്രോളി ബേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡെഡ് ബോഡീസ് കൊണ്ടുപോകുന്ന ട്രോളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് ട്രോളി ബേ. ഇതിനും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇത്ര ഏരിയ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 m² ആണ് കേട്ടോ. 3 m² ആണ്. 3 m² സ്ക്വയർ ഫീറ്റിലാണ് ആ സ്പേസ് വരുന്നത് കേട്ടോ. അപ്പൊ 3 m² ആണ് ഇതിന്റെ സ്പേസ് വരുന്നത്. പിന്നെ റിസപ്ഷനിൽ നിന്ന് അടുത്തായിരിക്കണം. അപ്പൊ ട്രോളി ബേക്ക് 3 m² സ്പേസ് വേണം. അതുപോലെ തന്നെ റിസപ്ഷനിൽ നിന്ന് അടുത്തായിരിക്കണം ട്രോളി ബേ ആ ഒരു ഏരിയ വരേണ്ടത്. അപ്പൊ മൂന്നും മനസ്സിലായോ? പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ, റിസപ്ഷൻ ആൻഡ് ട്രോളി ബേ. ഇനി അടുത്തത് വെയിറ്റിംഗ് ഏരിയ ആണ് കേട്ടോ. A waiting room of 15 m² is suggested for the entry to visitors and relatives. ഇനി വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് ഡെഡ് ബോഡീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഡെഡ് ബോഡീസുമായി ബന്ധമുള്ള വിസിറ്റേഴ്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും അവർക്ക് എന്താ പറയാ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. അതിന്റെ സ്പേസ് അല്ലെങ്കിൽ അതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് 15 m² ആണ് കേട്ടോ. 15 m² ആണ് അതിന്റെ സ്പേസ് വരുന്നത്. അപ്പൊ വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് 15 m² ഉണ്ടായിരിക്കേണ്ടത്. അതുകൂടാതെ ഡെഡ് ബോഡീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റീവ്സിനും അതുപോലെ തന്നെ വിസിറ്റേഴ്സിനും ഇരിക്കാനായിട്ടുള്ള ഒരു ഏരിയ ആണത് ഈ വെയിറ്റിംഗ് ഏരിയയിൽ വരുന്നത്. അപ്പോ ഇതൊക്കെ നോക്കി വെക്കുക കേട്ടോ. ട്രോളി ബേ ഞാനൊന്ന് ചോദിക്കട്ടെ, വെയിറ്റിംഗ് ഏരിയയുടെ m² എത്രയാ? സ്ക്വയർ ഫീറ്റ് എത്രയാ വരുന്നേ? പതിനഞ്ച്. ട്രോളി ബേഡ് ആണെങ്കിലോ? ട്രോളി ബേ 3. ഓക്കെ, വെരി ഗുഡ്. ഇനി നേരത്തെ പറഞ്ഞ കവേർഡ് പോർട്ടിക്കോ ഉണ്ടല്ലോ,
പാർക്കിംഗ് ഏരിയ അത് എത്രയായിരിക്കണം? 18. ഓക്കെ, വെരി ഗുഡ്. പിന്നെ അതുപോലെ തന്നെ ഈ 3 to 6 സ്ക്വയർ ഫീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒരു ബെഡിന്റെ ആണ് കേട്ടോ പറയുന്ന സ്പേസ്. ഒരു ഡെഡ് ബോഡിക്ക് കിടക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു സ്പേസ് ആണ് കേട്ടോ. അത് എത്രയാ വരുന്നത് സ്പേസ് റിക്വയർമെന്റില്? 6 to 8 അല്ലേ? ഓക്കെ. ആരുടെ സജഷൻ ആണത്? ഏത് പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാ? കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട്, COP. ഓക്കെ, വെരി ഗുഡ്. പഠിച്ചോ? ഓക്കെ, പഠിച്ചു. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ സ്റ്റോറേജ് ചേംബർ ആണ്. സ്റ്റോറേജ് ചേംബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മോർച്ചറി ഫ്രീസർ. കണ്ടിട്ടുണ്ടാവുമല്ലോ ഫ്രീസർ. സ്റ്റോറേജ് ചേംബർ മോർച്ചറി ഫ്രീസർ ആണ് കേട്ടോ. ഡെഡ് ബോഡീസ് തണുപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, അതിലൂടെ ഡീകമ്പോസിഷൻ തടയുന്നു. ഡീകമ്പോസിഷൻ മീൻസ് എന്താ? ജീർണിക്കൽ അല്ലെ? നമുക്കറിയാം എന്ത് സാധനമാണെങ്കിലും ചത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാല് ബോഡി അഴുകാനായിട്ട് തുടങ്ങും അല്ലെ? അപ്പോ അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് നടത്തുന്നത്? ഈ ഒരു സ്റ്റോറേജ് ചേംബർ അഥവാ ഈ ഒരു മോർച്ചറി ഫ്രീസർ. അതായത് കോൾഡ് ആണ്, തണുപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ബോഡി എന്താ പറയാ, ജീർണിക്കൽ അഥവാ ഡീകമ്പോസിഷൻ തടയുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. സ്റ്റോറേജ് ചേംബർ ക്ലിയർ അല്ലേ? സ്റ്റോറേജ് ചേംബർ എന്ന് പറയുന്നത് മോർച്ചറി ഫ്രീസർ ആണ് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി അടുത്ത നോക്കാനുള്ളത് ടൈപ്പ് ഓഫ് മോർച്ചറി കോൾഡ് ചേംബേഴ്സ് ആണ് കേട്ടോ. അപ്പൊ നമുക്കിനി ഈ ഒരു കോൾഡ് ചേംബേഴ്സ് അഥവാ ഈ ഒരു ഫ്രീസറിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ്, അതായത് തണുപ്പിക്കുന്നത് ഏത് വിധത്തിലൊക്കെയാണ്, എത്ര തരമുണ്ട്, അതൊക്കെ ഒന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആ പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറും ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് തമ്പ് ചെയ്യാം. റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തമ്പ് ചെയ്യുക. പോസ്റ്റ്മോർട്ടം റൂം വരെ ഒന്ന് വായിക്കുക. പോസ്റ്റ്മോർട്ടം റൂം. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പോസിറ്റീവ് ടെമ്പറേച്ചർ. അപ്പൊ ടൈപ്സ് ഓഫ് മോർച്ചറി കോൾഡ് ചേംബേഴ്സ് ആണ് കേട്ടോ. അതായത് മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കുന്നത് 2 രീതിയിലാണെന്നാണ് പറയുന്നത്. അപ്പൊ 2 ടൈപ്പ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് പോസിറ്റീവ് ടെമ്പറേച്ചർ ആണ്. ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ 2 degrees Celsius and 4 degrees Celsius. While this is usually used for keeping bodies for up to several weeks, it does not prevent decay, which continues at a slower rate than at room temperature. Decay എന്ന് പറഞ്ഞാൽ എന്താണ്? ജീർണിക്കുക. ജീർണനാണ് കേട്ടോ. ഡീകമ്പോസിഷൻ ഇല്ലേ, അതാണ് കേട്ടോ. അതൊന്ന് എഴുതി വെച്ചോളൂ. ഇപ്പൊ പോസിറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇവിടെ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത് 2 degrees Celsius തുടങ്ങി 4 degrees Celsius വരെയാണ്. ആ ഒരു താപനിലയിലാണ് എന്ത് ചെയ്യുക? ഡെഡ് ബോഡീസ് സൂക്ഷിക്കുക. ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ആഴ്ചകളോളം ബോഡി കീപ്പ് ചെയ്യാനാണ്
സമയത്ത് ഉപയോഗിക്കുന്നത്. അതായത് സെവറൽ വീക്സോളം എന്ത് ചെയ്യുന്നുണ്ട്, ഇതില് ബോഡീസ് സൂക്ഷിക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, അതായത് ഡീകമ്പോസിഷൻ സ്ലോ ആക്കുന്നുണ്ട്. അതായത് മരിച്ച ആളുടെ മൃതദേഹം ജീർണിക്കുന്നത് തടയാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രിവെൻഷൻ ഇതിലൂടെ കിട്ടുന്നില്ല. ആഴ്ചകളോളം ഇതിനകത്ത് വെക്കുന്നു എന്ന് വിചാരിക്കാം. പക്ഷേ കുറെ നാള് കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യാൻ തുടങ്ങും, ബോഡി അഴുകാനായിട്ട് തുടങ്ങും. ഓക്കെ, മനസ്സിലായോ പറയുന്നേ? കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ പ്രിവെൻഷൻ ഇതിലൂടെ ലഭിക്കില്ല എന്നാണ് പറയുന്നത്. ഒന്നും കൂടി പറയാം. പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ബോഡി സൂക്ഷിക്കുന്നത് 2 ഡിഗ്രി സെൽഷ്യസ് തുടങ്ങി 4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. പിന്നെ ആഴ്ചകളോളം ബോഡീസ് ഇതിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ കൂടിയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രിവെൻഷൻ കിട്ടുന്നില്ല. ഡീകമ്പോസിഷൻ സ്ലോ ആക്കുന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രീസൺ മെത്തേഡ് ആണ് ഇതെന്ന് പറയാനായിട്ട് സാധിക്കില്ല. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് നെഗറ്റീവ് ടെമ്പറേച്ചർ എന്താണെന്ന് നോക്കാം. ബോഡീസ് ആർ കെപ്റ്റ് അറ്റ് ബിറ്റ്വീൻ -15 degrees Celsius and 25 degrees Celsius, usually used at a forensic institute, particularly when a body has been identified. At these temperatures, the body is completely frozen and decay is totally stopped. Okay. അപ്പൊ നെഗറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ വായിച്ചപ്പോ മനസ്സിലായല്ലോ ഏകദേശം. അതായത് ഡെഡ് ബോഡീസ് 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചറിലാണ് ഇതിനകത്ത് സൂക്ഷിക്കുന്നത്. ഇത്തരം ടെമ്പറേച്ചറിൽ ഉപയോഗിക്കുന്ന ഡെഡ് ബോഡീസ് എന്ന് പറഞ്ഞാല് അത് ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ചില ഡെഡ് ബോഡീസ് എന്ത് ചെയ്യാറുണ്ട്, കുറെ നാളത്തേക്ക് സൂക്ഷിക്കാറുണ്ട് അല്ലെ, എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് ഇല്ലേ. കുറെ നാളുകൾക്ക് നമ്മൾ സൂക്ഷിക്കാറില്ലേ ചില ബോഡീസ്, ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലേ. അപ്പോ ഇത്തരത്തിലുള്ള ഡെഡ് ബോഡീസ് എന്ത് ചെയ്യാറുണ്ട്, അതായത് 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് സൂക്ഷിക്കുന്നത്. സാധാരണയായിട്ട് ഇത് നമ്മൾ കണ്ടുവരുന്നത് ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ്ലി ഫ്രോസൺ ആണ് കേട്ടോ. തണുത്ത് മരവിച്ചിരിക്കും ബോഡി. ഇതിനകത്ത് ഉള്ള ബോഡി എന്ന് പറഞ്ഞാൽ തണുത്ത് മരവിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ ഡീകമ്പോസിഷൻ, അതായത് ജീർണനം, അത് പൂർണ്ണമായിട്ടും തടയുന്നു. ഓക്കെ, ബോഡി ഒരു കാരണവശാലും അഴുകില്ല. പോസിറ്റീവ് ടെമ്പറേച്ചറിൽ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറെ നാൾ ഇരിക്കുമെങ്കിൽ കൂടിയും കുറെ മാസങ്ങൾക്ക് ശേഷമൊക്കെ എന്ത് പറ്റും, അത് അഴുകാനായിട്ട് തുടങ്ങും. പക്ഷെ ഈ ഒരു നെഗറ്റീവ് ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്ന ബോഡി ഒരിക്കലും അഴുകില്ല, ജീർണനം സംഭവിക്കില്ല. രണ്ടിന്റെയും ഡിഫറൻസ് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. പോസ്റ്റ്മോർട്ടം റൂം ആണ് കേട്ടോ. ഓക്കെ, പോസ്റ്റ്മോർട്ടം റൂം കണ്ടിട്ടുണ്ടോ? പേടിയാണല്ലേ, കാണാനായിട്ട് ആഗ്രഹിക്കില്ലെന്ന് തോന്നുന്ന സ്ഥലമാണ് അല്ലെ. കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം. പോസ്റ്റ്മോർട്ടം റൂം ഈസ് ട്രീറ്റഡ് ടു ബി ലൈക്ക് ആൻ ഓപ്പറേഷൻ തിയേറ്റർ ഇൻ ഓൾ ടെക്നിക്കാലിറ്റി. The major difference between mortuary and OT is that in OT, utmost care is required to avert outside infection that enters inside, and in mortuary is needed to make sure that inside infection does not spread out. Okay. പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ പോലെയാണ് നിർമ്മിക്കുന്നത് ടെക്നിക്കലി. അതായത് നമ്മൾ നോക്കുമ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ പോലെയാണ് പോസ്റ്റ്മോർട്ടം റൂം തോന്നുക. പിന്നെ പ്രധാനമായിട്ടും ഓപ്പറേഷൻ തിയേറ്ററിന്റെയും മോർച്ചറിയുടെയും വ്യത്യാസം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തു നിന്ന് രോഗാണുക്കൾ അകത്തേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിൽ പുറത്തു നിന്ന് രോഗാണുക്കൾ അകത്തേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. ശരിയാണോ? പുറത്തുനിന്ന് അകത്തേക്കല്ലേ രോഗാണുക്കൾ പ്രവേശിക്കുക. ഓക്കെ, അപ്പൊ അത് തടയേണ്ടതുണ്ട്. ഇനി മോർച്ചറിയുടെ വ്യത്യാസം നമുക്ക് നോക്കാം. മോർച്ചറിയിൽ നിന്ന് അകത്ത് നിന്ന് രോഗാണുക്കൾ പുറത്തേക്ക് കടക്കാനാണ് സാധ്യത.
ശരിയാണോ പറഞ്ഞത്? ചിന്തിച്ചു നോക്കിയേ, ശരിയല്ലേ? ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആകുമ്പോൾ പുറത്തു നിന്നുള്ള രോഗാണുക്കളാണ് എന്ത് ചെയ്യുന്നത്, അകത്തേക്ക് കടക്കുന്നത് അല്ലെ, അത് തടയേണ്ടതുണ്ട്. എന്നാൽ ഒരു മോർച്ചറി ആകുമ്പോൾ അകത്ത് നിന്ന് പുറത്തേക്കാണ് രോഗാണുക്കൾ സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെ, അതും തടയേണ്ടതുണ്ട്. അപ്പൊ അതാണ് അത് തമ്മിലുള്ള മേജർ ആയിട്ടുള്ള വ്യത്യാസം. ഓക്കെ, അതാണ് അവിടെ പറയുന്നുള്ളൂ. നമുക്കിനി ഏഴാമത്തെ പോയിന്റ് നോക്കാം. ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസർ. അതായത് മോർച്ചറി ഏരിയയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു റൂം ഉണ്ടാകും. അതായത് കൊണ്ടുവരുന്ന ഡെഡ് ബോഡീസിന്റെ രേഖകൾ, അതായത് റെക്കോർഡുകൾ, ഡെഡ് ബോഡീസുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു റൂമാണ് ഓഫീസ് റൂം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡോക്ടേഴ്സ് റൂം ഉണ്ടാകും, അതായത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടാകും, അവരുടെ റൂം ഉണ്ടാകും. പിന്നെ സ്റ്റോർ റൂം ഉണ്ടാവും, ആ ഡോക്ടേഴ്സ് ധരിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഉണ്ടല്ലോ, അതായത് ഡ്രസ് ഉണ്ടാകും, അതുപോലെ തന്നെ കുറേയധികം അവരുപയോഗിക്കുന്ന കയ്യുറകൾ, ഗ്ലൗസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റൂം ഉണ്ടാകും, സ്റ്റോർ റൂം ആണ്, അതൊക്കെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ റൂം ഫോർ ടെക്നീഷ്യൻസ് ആൻഡ് അസിസ്റ്റൻസ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നീഷ്യൻസ്, അതുപോലെ തന്നെ അസിസ്റ്റൻസ്, അവരുടെയൊക്കെ ഒരു റൂം ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ചേഞ്ചിങ് റൂംസ് ഉണ്ടാകും, അതായത് ഡോക്ടേഴ്സിന് അതുപോലെ തന്നെ മറ്റ് കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂം എന്തായാലും ആ ഒരു ഏരിയയിൽ ഉണ്ടാകും. പിന്നെ ടോയ്ലറ്റുകൾ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മോർച്ചറിയുടെ സ്പേസുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെയാണോ? എളുപ്പമല്ലേ? ഓക്കെ. ഇനി ടൈപ്സ് ഓഫ് മോർച്ചറീസ് നമുക്ക് നോക്കാം. അത് നിങ്ങൾ ആദ്യം ഒന്ന് വായിക്കുക കേട്ടോ. വെയിറ്റിംഗ് മോർച്ചറി വായിക്കുക, ഹോസ്പിറ്റൽ മോർച്ചറി വായിക്കുക, പ്രൈവറ്റ് മോർച്ചറി വായിക്കുക. ഓക്കെ, കഴിഞ്ഞോ?
നോക്കാം, വെയിറ്റിംഗ് മോർച്ചറി നോക്കാം. എല്ലാരും റീഡ് ചെയ്തോ? ഓക്കെ, അപ്പോ പലതരത്തിലുള്ള മോർച്ചറീസ് ഉണ്ട്. അതിൽ ഒന്നാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. A waiting mortuary is a mortuary building planned specifically for the purpose of finding that the deceased persons are truly dead. Before the emergence of modern methods of verifying death, people feared that they would be buried alive. To lessen such fears, the lately deceased were housed for a time in waiting mortuaries, where attendants would watch for signs of life. The crops would be allowed to be decomposed partially prior to burial. Burial എന്നാണ് കേട്ടോ, നിങ്ങളുടെ ടെക്സ്റ്റിൽ ബർസൽ എന്നാണോ കൊടുത്തിരിക്കുന്നത്? ബറിയൽ എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ വെയിറ്റിംഗ് മോർച്ചറി എന്താണെന്ന് നോക്കാം. അതായത് മരിച്ച ആളുടെ മരണം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള മോർച്ചറിയാണെന്ത് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. മരിച്ച ആളുടെ, അതായത് ഡിസീസ്ഡ് പേഴ്സൺസ്, അയാളുടെ മരണം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള മോർച്ചറിയാണെന്ത് വെയിറ്റിംഗ് മോർച്ചറി. മരണം സ്ഥിരീകരിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു മോർച്ചറിയാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. അതായത് ഇത് ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാല് പണ്ട് കാലത്ത് മോഡേൺ മെത്തേഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് ആധുനികമായിട്ടുള്ള രീതികൾ, അതായത് ഒരാൾ മരിച്ചു എന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ അതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് ജീവനോട് തന്നെ ആളുകളെ എന്താ പറയാ അടക്കം ചെയ്തിരുന്നു. അവരുടെ ശവസംസ്കാര ക്രിയകളൊക്കെ ചെയ്തിരുന്നു. അതായത് ചിലപ്പോ ആള് ബോധം കെട്ട് വീണിട്ടുണ്ടാകും. ഈ ഒരു മോഡേൺ ടെക്നിക്സ് ഒന്നും ഇല്ലാത്ത സാഹചര്യത്തില് ചിലപ്പോ കുറെ നേരം വിളിച്ചിട്ടും എണീക്കുന്നുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മരിച്ചെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ പിന്നീടായിരിക്കും, അതായത് ആ ഒരു സമയത്തായിരിക്കും, ശവം സംസ്കരിക്കുന്ന നേരത്തായിരിക്കും ചിലപ്പോ എന്ത് ചെയ്യുക, കൈയും കാലൊക്കെ പൊന്തുക. അപ്പോ ഇത്തരത്തിലുള്ളൊരു പണ്ട് കാലത്തൊക്കെ ആളുകൾ പേടിച്ചിരുന്ന ഒരു സംഭവമാണ് എന്ത്, ജീവനോടെ തന്നെ തങ്ങളെ അടക്കം ചെയ്യുമെന്നുള്ളത്. ഓക്കെ, അപ്പൊ അത്തരത്തില് ആളുകൾ പേടിച്ചിരുന്ന ഒരു സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മരിച്ചവരെ കുറച്ച് സമയം വെയിറ്റിംഗ് മോർച്ചറിയിൽ വെക്കും. ഓക്കെ, അതായത് മരണമാണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ, മരിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ശവശരീരം വെയിറ്റിംഗ് മോർച്ചറിയിലേക്ക് മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും, കുറച്ചു നേരം അവിടെ അത് വെക്കും. ഓക്കെ, അപ്പോ അവിടെയുള്ള ഈ വെയിറ്റിംഗ് മോർച്ചറിയിലുള്ള അറ്റൻഡന്റ്മാരോ അവിടെയുള്ള സ്റ്റാഫുകളോ, അതായത് സയൻസ് ഓഫ് ലൈഫ്, ജീവന്റെ ലക്ഷണങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതായത് നല്ല രീതിയിൽ ശ്വാസം എടുക്കുന്നുണ്ടോ, അതുപോലെ മൂവ്മെന്റ് ഉണ്ടോ, ശരീരത്തിന് മൂവ്മെന്റ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വെയിറ്റിംഗ് മോർച്ചറിയിലുള്ള ആളുകള് നിരീക്ഷിക്കും. ഓക്കെ, അങ്ങനെ കുറച്ചധികം നേരം എന്ത് ചെയ്യും, ഈ ബോഡി ഈ മോർച്ചറിയിൽ സൂക്ഷിക്കും. എന്നിട്ട് ജീവന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പാർഷ്യലി ഡീകമ്പോസിഷൻ നടത്തിയതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ശവം സംസ്കരിക്കുക. അതായത് കുറെ നേരം ഈ ബോഡി വെയിറ്റിംഗ് മോർച്ചറിയിൽ വെച്ച് കുറച്ച് അഴുകാൻ തുടങ്ങിയതിന് ശേഷമാണ്, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അവര് മരണം സ്ഥിരീകരിക്കുന്നത്. പിന്നീട് എന്ത് ചെയ്യും, ബോഡി അടക്കം ചെയ്യും. മനസ്സിലായോ പറഞ്ഞത്? അപ്പോ വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ്. നമ്മുടെ ഈ മോഡേൺ ടെക്നിക്സ് ഒക്കെ വരുന്നതിന് മുമ്പായിട്ട് ആളുകള് തങ്ങളെ ജീവനോടെ അടക്കം ചെയ്യുമോ എന്ന് പേടിച്ചിരുന്ന ഒരു സമയത്ത് ഈ മരണം സംഭവിച്ചെന്ന് അവർക്ക് തോന്നിയിട്ടുള്ള ഡെഡ് ബോഡീസ് കുറച്ച് സമയം വെയിറ്റിംഗ് മോർച്ചറിയിൽ വെക്കും. അവിടെയുള്ള സ്റ്റാഫ് സയൻസ് ഓഫ്, അതായത് ജീവന്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ആ ബോഡിക്ക് ഉണ്ടോ എന്ന് നോക്കും. അതിനുശേഷം കുറച്ചുകൂടി നേരം വെയിറ്റ് ചെയ്ത് ബോഡി അഴുകാൻ തുടങ്ങും. പാർഷ്യലി ഡീകമ്പോസ്ഡ് കേട്ടോ, പകുതി അഴുകാൻ തുടങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുക, ബോഡി സംസ്കരിക്കുക. അപ്പോ വെയിറ്റിംഗ് മോർച്ചറിയുടെ ഇമ്പോർട്ടൻസ് അതാണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെയാണ്. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ.
ഒന്നുകൂടി വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മാം പ്ലാനിങ് പാരാമീറ്റേഴ്സ് ലൊക്കേഷൻ എന്ന് പറയാം. പ്ലാനിങ് പാരാമീറ്റേഴ്സിൽ ഓക്കെ മോർച്ചറി ലൊക്കേഷൻ എന്ന് പറയാം. ലൊക്കേഷൻ അല്ലേ? അത് ലൊക്കേഷൻ പറയാമോ? അതായത് മോർച്ചറിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡൂബിയസ് ഒബ്സ്ക്യൂർ പ്ലേസിലായിരിക്കണം. അതായത് അൺക്ലിയർ ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്ലേസിലാകണം ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ ഈ മോർച്ചറിയുടെ ലൊക്കേഷൻ വരുന്നത് എന്താ പറയാ, ശാന്തമായിട്ടുള്ള ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ രോഗികൾ, അതായത് പേഷ്യൻസ്, അതുപോലെ തന്നെ മറ്റാളുകൾ, വിസിറ്റേഴ്സ്, ഇവരുടെയൊക്കെ ഇന്ററാക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് മാറി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിലായിരിക്കണം, എല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കണം മോർച്ചറിയുടെ ലൊക്കേഷൻ വരുന്നത്. അതായത് മെയിൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞാല് അവിടെ പേഷ്യൻസ് ഉണ്ടാവും, ധാരാളം വിസിറ്റേഴ്സ് ഉണ്ടാകും, പിന്നെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ ഇന്ററാക്ഷൻ കൊണ്ട് എന്ത് ചെയ്യാം, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ മോർച്ചറി എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ഒരു സ്ഥലം, ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്താകണം. അതുകൊണ്ട് തന്നെ ഈ ഒരു മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് മാറി സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കണം എന്തുണ്ടാവേണ്ടത്, മോർച്ചറി ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ICUയിൽ നിന്നും, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും, എമർജൻസി ഏരിയയിൽ നിന്നും പെട്ടെന്ന് എത്തിച്ചേരാവുന്ന വിധത്തിലായിരിക്കണം ഈ ഒരു മോർച്ചറി ലൊക്കേഷൻ ഉണ്ടാവേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് ഡെത്ത് ആയിട്ടുള്ള ആളുകളൊക്കെ പെട്ടെന്ന് മോർച്ചറിയിലേക്ക് മാറ്റണമെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യണം, ആക്സസ് ആവുന്ന രീതിയിൽ വേണം ആ മോർച്ചറി പ്ലേസ് ചെയ്യാനായിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ലൊക്കേഷൻ കേട്ടോ. മാം പിന്നെ ഫംഗ്ഷൻ ഏരിയ ഇല്ലേ, ഫംഗ്ഷൻ ഏരിയസിലെ സ്റ്റോറേജ് ചേമ്പർ പറയാമോ? ഫംഗ്ഷൻ ഏരിയാസിൽ സ്റ്റോറേജ് ചേമ്പർ എന്ന് പറഞ്ഞാല് അതായത് മോർച്ചറി ഫ്രീസർ ആണ് കേട്ടോ. സ്റ്റോറേജ് ചേമ്പർ എന്ന് പറയുന്നത് മോർച്ചറി ഫ്രീസർ ആണ്. ഫ്രീസർ കണ്ടിട്ടില്ലേ? മോർച്ചറിയിൽ അതായത് ഡെഡ് ബോഡീസ് തണുപ്പിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതുമൂലം ഡീകമ്പോസിഷൻ തടയുന്നു. അതായത് ബോഡി അഴുകുന്നതിനെ തടയാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ജീർണിക്കില്ല ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ രണ്ട് രീതിയിലുണ്ട്, പോസിറ്റീവ് ടെമ്പറേച്ചറും ഉണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചറും ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മീൻ അടക്കം എന്നാണ് കേട്ടോ, അടക്കുക, ശവടക്കം എന്നൊക്കെ പറയില്ലേ നമ്മള്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഇനി വ്യാഴാഴ്ച ഞാൻ ഉണ്ടാവില്ല കേട്ടോ, വന്ദന മിസ് ആണ് വരിക. കഴിഞ്ഞ 2 വ്യാഴ്ചകളിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഈ തേഴ്സ്ഡേ ഞാൻ ഉണ്ടാവില്ല, വന്ദന മിസ് വരും. ഇനി ഫ്രൈഡേ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് കൊണ്ട് മോർച്ചറി എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നമുക്ക് ഫിനിഷ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കാം ലേബർ റൂം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഫ്രൈഡേ കേട്ടോ. ഇനി ലേബർ റൂമും കൂടിയാണ് എന്ത് എടുക്കാനായിട്ടുള്ളത്. പേടിക്കണ്ട, നമുക്ക് ക്ലാസ് ഉണ്ടാകും, അതുകൊണ്ട് പ്രശ്നമില്ല. എനിക്ക് ക്ലാസ് എടുക്കാനുണ്ടല്ലോ വന്ദന മിസ്സിന്റേത്. അപ്പോ എടുത്ത് തീർന്ന് റിവിഷനുള്ള സമയമൊക്കെ നമുക്ക് അതിനകത്ത് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വറിയൊന്നും ആവണ്ട. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, ഫ്രൈഡേ കാണാം. ബാക്കിയുള്ള പോർഷൻസ് ഒന്ന് വായിച്ചിട്ട് വരിക. ഇനി എടുക്കാനുള്ള പോർഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരിക കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you.